കേരളം വറ്റി വരണ്ട് ഒരു മരുഭൂമിയാകും എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം കേരളത്തിൻ്റെ നട്ടെല്ല് തകർന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പെരിയാറിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ കാലത്താണ്. അതെങ്ങനെയാണ് കുറഞ്ഞത്? മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം നിർമ്മിച്ച ശേഷമാണ് കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിന് വലിയ ഇടിവുണ്ടായത് എന്നുള്ളത് ചരിത്രമാണ്. അത്തരത്തിലൊരു ചരിത്രത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. നമുക്ക് പെരിയാറിൻ്റെ തീരവുമായി ബന്ധപ്പെട്ട വലിയ സംസ്കാരം തന്നെ നിലനിന്നിരുന്നു എന്നുള്ളത് ചരിത്രകാരന്മാർ തന്നെ പറയുന്ന കാര്യമാണ്. ആ ചരിത്രത്തിന്, ആ പറയുന്ന ജലസമൃദ്ധിക്ക് ഒക്കെയാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് വന്നതോടുകൂടി വലിയ നാശം വിതച്ചത്. നമുക്ക് അറിയാവുന്ന കാര്യം, ഈ പറയുന്ന എല്ലാ നദികളുമായിട്ട് ബന്ധപ്പെട്ടും സംസ്കാരം ഉടലെടുത്തത് നദികളുടെ ഈ തടങ്ങളിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ നദികളുടെ തടങ്ങളെയെല്ലാം വറ്റി വരേണ്ടതാക്കി ജീവൻ്റെ അംശമില്ലാതാക്കുന്ന ഒരു നിർമ്മിതിയാണ് ഡാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡാമിൻ്റെ നിർമ്മിച്ചതോടുകൂടി വരൾച്ച ഉണ്ടായാണ് ഈ പറയുന്ന സിന്ധു നദിയുടെ ജലം കുറഞ്ഞത് എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ചരിത്രവും ആ സംസ്കാരവും ഒക്കെ തകർന്നു പോയി എന്നൊരു അവകാശവാദമുണ്ട്. മറ്റൊന്ന് വെള്ളപ്പൊക്കമാണ്, വരൾച്ചയാണ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രമൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഭാരതപ്പുഴയിൽ ഒരു അണക്കെട്ട് വരികയും വലിയ തകർച്ചയിലേക്ക് കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതി പോയത്. നമ്മുടെ പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. പെരിയാറിൽ എന്താ സംഭവിച്ചത്? പെരിയാറിൻ്റെ തീരത്ത് തനതായ ഒരു നാഗരികതയുണ്ടായിരുന്നു. ആ നാഗരികതയോട് ചേർന്ന് നിലനിന്നിരുന്ന ഒരു വലിയ സംസ്കാരം, ആ സംസ്കാരത്തിനൊപ്പം വളർന്നു വന്ന ഒരു ആവാസ വ്യവസ്ഥ, ഇതെല്ലാം നിലനിന്നിരുന്നു. പെരിയാറിൻ്റെ തീരത്തുണ്ടായിരുന്ന ഒരു കാർഷിക പദ്ധതി ഉണ്ടായിരുന്നു. അത് തന്നെ തകർന്നടിഞ്ഞു പോയി എന്നുള്ളതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവിടെ ഒരു പശുവിൻ്റെ ഒരു ബ്രീഡ് ഉണ്ടായിരുന്നു, തനത് കന്നുകാലി ഉണ്ടായിരുന്നു, പെരിയാർ വാലി എന്ന് വിളിക്കുന്ന ഒരു കന്നുകാലി. ആ കന്നുകാലികളൊക്കെ ഇന്ന് എവിടെയാണ്? നമ്മുടെ തനത് ജൈവ വൈവിധ്യങ്ങൾക്കെല്ലാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷേ ഇതിനെയെല്ലാം ഊറ്റി കുടിക്കുന്ന മറ്റു ചിലർ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അവർക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് ഇന്ന് കേരളം ഭരിക്കുന്നവർ എന്ന് പറയാൻ കഴിയും. കാരണം കേരളത്തിൻ്റെ ഈ പറയുന്ന സംസ്കാരത്തെ മുഴുവൻ തുടച്ചു നീക്കാൻ കാരണമായ ഒന്നാമത്തെ പദ്ധതി ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. രണ്ടാമത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ആളിയാർ അണക്കെട്ടാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നമ്മളുടെ പെരിയാർ നദിയുടെ കുറുകെയാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ പറയുന്ന ആളിയാർ അണക്കെട്ട് എവിടെയാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ്. ആ ആളിയാർ ഡാമിനെ വീണ്ടും പുതുക്കി പണിയുന്ന താല്പര്യവുമായിട്ട് എത്തിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. അതിൽ കമാ എന്നൊരക്ഷരം മിണ്ടാൻ പിണറായി വിജയന് നാവ് പൊങ്ങുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വാസ്തവം. 11,000 കോടി രൂപയ്ക്ക് ബജറ്റിൽ വകയിരുത്തി പുതിയ ഡാം നിർമ്മിക്കുന്നതോടുകൂടി ഭാരതപ്പുഴ വറ്റി വരണ്ട് നാമാവശേഷമാകും. ജീവൻ്റെ ഒരു തുടുപ്പുമില്ലാതെ സമ്പൂർണമായ നാശത്തിലേക്ക് പോകും. ഭാരതപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതിൽ ഏറ്റവും ജലസമൃദ്ധമായിരുന്ന മേഖല ഇന്ന് എങ്ങനെയാണ് എന്നുള്ളത് കൂടി അറിയണം. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം അതിൻ്റെ അവസാനത്തെ ചരമക്കുറിപ്പും എഴുതാൻ പോവുകയാണ്. നിളാനദിയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ പോകുന്ന നീക്കവുമായി തമിഴ്നാട് സർക്കാർ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. MK സ്റ്റാലിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ളത് ഇവിടെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ആളിയാർ ഡാമിന് കുറുകെ ഇവർ പുതിയ ഡാം നിർമ്മിക്കുന്നതോടുകൂടി അവർക്ക് കൂടുതൽ വെള്ളം അവിടെ നിന്ന് എടുക്കാൻ കഴിയും. ആ വെള്ളം കൂടുതൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന ജലത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൻ്റെ ലക്ഷ്യം. ഇനി മറ്റൊരു കാര്യം കൂടി, നമ്മളൊരു പുതിയ ഡാം മുല്ലപ്പെരിയാറിന് കുറുകെ നിർമ്മിക്കാമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് എന്തായി എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതിനെ തമിഴ്നാട് അനുവദിക്കുകയില്ല. തമിഴ്നാട് ഒരിക്കലും അത് സമ്മതിക്കില്ല. കാരണം എങ്കിൽ ആ പഴയ കരാർ ഇല്ലാതാകും, പുതിയ കരാർ നിലവിൽ വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് തമിഴ്നാട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭാരതപ്പുഴയിലെ വെള്ളം ഇല്ലാതാകുന്നതോടുകൂടി കടുത്ത ജലക്ഷാമത്തിലേക്ക് കേരളം പോകും. പറമ്പിക്കുളം ആളിയാർ നദീജല കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് 65 വർഷം പിന്നിട്ടു. ഏതാണ്ട് 3/4 നൂറ്റാണ്ടിന് ഇനി 10 കൊല്ലത്തിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കരാറ്
കാലാവധി കഴിഞ്ഞിട്ട് പോലും അതിനെ പുതുക്കുന്നതിനോ ഇല്ലെങ്കിൽ പുതിയ കരാർ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് യാതൊരു ചർച്ചയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അട്ടപ്പാടിയിലെ ശിരുവാണി പുഴയുടെ കാര്യം എന്തായി? അവിടെ കേരളം ഒരു അണക്കെട്ട് നിർമ്മിക്കാനിരുന്നതല്ലേ? ആ അണക്കെട്ട് എന്തുകൊണ്ടാണ് ആ പദ്ധതി നടക്കാതെ പോയത്? കോയമ്പത്തൂർ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ നഗരത്തിനാകെ വെള്ളം കൊടുക്കുന്ന ശിരുവാണി പുഴയിലെ ആ അണക്കെട്ടിലെ വെള്ളം അവിടേക്കാണ് പൂർണ്ണമായിട്ടും കൊണ്ടുപോകുന്നത്. അത് കേരളത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്താവും? ജലസമൃദ്ധമാകുന്ന കേരളത്തിൻ്റെ പ്രദേശങ്ങളെല്ലാം തന്നെ കൃഷിക്ക് വളരെ അനുയോജ്യമാകും, സമ്പത്തിലേക്ക് പോകും. ഈ കൃഷിയിലൂടെ ഒന്നും കിട്ടില്ല എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കൃഷിയിൽ നിന്നൊന്നും കിട്ടില്ല, ലാഭമൊന്നും കിട്ടില്ല എന്ന്. എങ്ങനെയാണ് തമിഴ്നാട് സമ്പന്നമാകുന്നത്? അവർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ്. കൃഷിക്ക് ഏറ്റവും അധികം വേണ്ടത് ജലമാണ്. ആ ജലം അവിടെ ഇല്ലാത്ത നാട് പോലും കേരളത്തിൻ്റെ ജലം കൊണ്ടുപോയി സമൃദ്ധമായി കൃഷി ചെയ്ത് അവർ സമ്പന്നരായി ജീവിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കൃഷിയെല്ലാം ഉപേക്ഷിച്ച് IT വരുമോ, ടൂറിസം വരുമോ, വേറെ ആരെങ്കിലും വരുമോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ച് മാനത്തോട്ട് നോക്കിയിരുന്ന് സമ്പത്തുമില്ല, പണവുമില്ല, നല്ല ആഹാരവുമില്ല, വിഷം മാത്രം കലർത്തി തമിഴൻ കയറ്റി അയക്കുന്ന കോഴിയും കാളയും പച്ചക്കറിയും എല്ലാം തിന്ന് രോഗമായി മാറി ആ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ആശുപത്രിയിൽ പോയി കിടക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ തനതായി കൃഷി ചെയ്യാനുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ട നമ്മുടെ പുഴകളും അണക്കെട്ടുകളും എല്ലാം കണ്ടവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, അവർ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും കേരളത്തിൻ്റെ സർക്കാരിന് മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ശിരുവാണി പുഴയിൽ നമ്മളൊരു അണക്കെട്ട് കെട്ടി വെള്ളം കൊണ്ടുവരാൻ നോക്കിയപ്പോൾ നേരെ ചെന്നിട്ട് തമിഴ്നാട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സുപ്രീം കോടതിയിൽ നമ്മൾ അന്തർ സംസ്ഥാന നദീജല കരാറിൻ്റെ ലംഘനമാണ് കാണിക്കുന്നത്, അതുകൊണ്ട് അവിടെ ഡാം അനുവദിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ ഡാം അനുവദിക്കുന്നില്ല, ശരി, സുപ്രീം കോടതി ഉത്തരവിട്ടു, അവിടെ ഡാം നിർമ്മിക്കാൻ പാടില്ല എന്ന്. അതോടുകൂടി നമ്മളുടെ പദ്ധതി വെള്ളത്തിലായി എന്നല്ല, വെള്ളത്തിലേ ഇല്ലാതായി. വെള്ളം അവർ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ ഈ പറയുന്ന ആളിയാർ ഡാമിൻ്റെ കാര്യത്തിലോ, ആളിയാർ ഡാം ഇതേ രീതിയിൽ ശിരുവാണി പുഴയിൽ എങ്ങനെയാണോ നമ്മൾ ഡാം കെട്ടാനിരുന്നത് അതേ രീതിയിലാണ് ആളിയാർ ഡാം ഇവർ പുതുക്കി പണിയുന്നത്, അല്ലെങ്കിൽ പുതിയ ഡാം കൊണ്ടുവരുന്നത്. അതോടുകൂടി ഭാരതപ്പുഴ വറ്റി വരലും. അതപ്പോൾ അന്തർ സംസ്ഥാന നദീജല കരാറിൻ്റെ ലംഘനമല്ലേ? ആണ്. അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതെന്തുകൊണ്ടാണ് വൈകുന്നത്? നമ്മുടെ ആളിയാർ പുതിയ ഡാം വരുന്നതിനെ ചൊല്ലിയിട്ട് നമ്മുടെ വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ തമിഴ്നാടിനെതിരെ ഒരു നിലപാടെടുക്കാനായി ഇവിടെ ഇത്തിരി മുട്ടുവിറയ്ക്കുന്ന പരിപാടിയാണ് 2-3 ചങ്കൊക്കെ ഉള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നത്. പക്ഷേ സ്റ്റാലിൻ അവിടെ സുഖമായിട്ട് അവരുടെ താല്പര്യം എന്താണോ അതെല്ലാം നേടിയെടുക്കുക ചെയ്യും. അവിടെ ഹിന്ദി അടക്കം നിരോധിക്കുന്ന രീതിയിൽ ബില്ല് വരെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ആനുകൂല്യങ്ങൾ അവരുടെ സംസ്ഥാനത്തിന് എന്ത് വേണമോ അതെല്ലാം നേടിയെടുക്കാനുള്ള ശേഷി ആ സംസ്ഥാനത്തിനുണ്ട്. അവിടെ നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തനായിട്ടുള്ള മന്ത്രി S. ജയശങ്കർ തമിഴ്നാട്ടുകാരനാണ്. രണ്ടാമത് ആരാണ്? നിർമ്മലാ സീതാരാമൻ. അവർ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ്. കേന്ദ്രത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായി ചെന്ന് കണ്ട് അവർ ഒരുമിച്ച് നിന്ന് അവർക്ക് വേണ്ടത് തമിഴ്നാടിന് വേണ്ടതെല്ലാം തമിഴ്നാട് നേടിയെടുക്കും. പക്ഷേ കേരളത്തിൽ BJP നേതാക്കളെ ചീത്ത വിളിച്ച്, കേന്ദ്രമന്ത്രിമാരെ ചീത്ത വിളിച്ച് കേരളത്തിന് നേടിയെടുക്കേണ്ടത് ഐക്യത്തിലൂടെ നേടിയെടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യം. ഇവിടെ വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ജലമാകെ കൊള്ള ചെയ്തുകൊണ്ട് പോകുന്നവരാണ് തമിഴ്നാട് എന്നുള്ള വാസ്തവം ഇവിടെ മറച്ചു വെച്ചുകൊണ്ട് അവർ സ്റ്റാലിനെ കണ്ടാൽ കവാത്ത് മറക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത് നിസ്സംശയം പറയാം. നമ്മളുടെ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും മാത്രമല്ല, നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് കെട്ടിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? അത് തമിഴ്നാടിന് കീഴ്പ്പെട്ടുകൊണ്ട് ഉള്ള നയം കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് ശിരുവാണിപ്പുഴയുടെ കാര്യത്തിലായാലും ശരി തന്നെ, ആളിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ, തമിഴ്നാടിന് കീഴ്പ്പെട്ടിരിക്കുന്നു കേരള സർക്കാർ എന്നുള്ളതാണ് വാസ്തവം. ഇത് അന്തിമമായിട്ട് കേരളത്തിന് വലിയ ദുരന്തം സൃഷ്ടിക്കും. അതായത് വരൾച്ച കൊണ്ട് 2 മേഖലകൾ ഇല്ലാതാവുമെങ്കിൽ ഒന്ന് ഈ തകർന്നു വരുന്ന ഡാം കൊണ്ട് അശേഷം ഇല്ലാതാവും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? കേരളവും തമിഴ്നാടും 2ആയിട്ട് മാറില്ലേ?
എന്ത് വലിയ ദുരന്തമായിരിക്കും. ഈ അണക്കെട്ട് തകർന്നാലുണ്ടാകുന്ന ദുരന്തത്തെക്കാൾ വലിയ കലാപമായിരിക്കില്ലേ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലും ഉണ്ടാവുക? അതെന്തുകൊണ്ട് ഓർക്കുന്നില്ല? ഈ കാര്യങ്ങളെ, ഭാവിയെ കൂടി കണക്കാക്കി മുന്നോട്ട് പോകാനായി സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ആവശ്യം. അത് ശിരുവാണി അണക്കെട്ടിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന ആളിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിലും മാത്രമല്ല, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും അതെ. ആളിയാർ അണക്കെട്ട് പുതുതായി നിർമ്മിച്ചാൽ ഭാരതപ്പുഴ ഉണ്ടാകില്ല എന്നുള്ള വാസ്തവം തിരിച്ചറിഞ്ഞ് കൃത്യമായ നടപടി സംസ്ഥാന സർക്കാർ എടുക്കണം.